വെടിവെച്ചത് സുവേന്ദു അധികാരിയെ. മരിച്ചത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ചന്ദ്രനാഥ് റാത്ത്, 41 വയസ്സുള്ള ആൾ. അങ്ങനെയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഒരു സ്കോർപിയോ 24 പർഗാനാസിലൂടെ ഓടി വരുന്നു. ദൊഹാരിയ എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് ഈ സ്കോർപിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സുവേന്ദു അധികാരി സ്ഥിരം സഞ്ചരിക്കുന്ന സ്കോർപിയോ ആണ്. ആ സ്കോർപിയോ കടന്നു പോകുമ്പോൾ സ്കോർപിയോയുടെ പിന്നാലെ ഒരു സാൻഡ്രോ കാറുണ്ട്, ഒരു മോട്ടോർ ബൈക്കുണ്ട്, ഒരു ബുള്ളറ്റോ ബൈക്കോ, ഈ 2 വാഹനങ്ങൾ പിന്നാലെ വരുന്നു. പെട്ടെന്ന് ഈ മോട്ടോർ ബൈക്ക് ഈ കാറിനെ ഓവർടേക്ക് ചെയ്ത് മുന്നിലെത്തി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നു. സ്വാഭാവികമായും പിന്നാലെ വന്ന ഈ ചന്ദ്രനാഥ് റാത്ത് സഞ്ചരിച്ചിരുന്ന സ്കോർപിയോ സ്പീഡ് കുറച്ച സമയത്ത് ബൈക്കിലിരുന്നവർ വെടിവെച്ചു. 1-2 തവണയല്ല, 10 റൗണ്ട് വെടിവെച്ചു. 10 റൗണ്ട് വെടിവെച്ചു. തലയ്ക്ക്, നെഞ്ചിന്, വയറിന് വെടിയേറ്റ ചന്ദ്രനാഥ് റാത്ത് മരിച്ചു. ഡ്രൈവർ ഗുരുതരമായ പരിക്കേറ്റ് ഡ്രൈവർ ആശുപത്രിയിലാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ സ്കോർപിയോയിൽ ഡ്രൈവറുടെ തൊട്ടിപ്പുറത്തെ സീറ്റിലിരുന്ന് സുവേന്ദു അധികാരി, ബംഗാളിൻ്റെ നാളത്തെ മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന, ബംഗാളിൽ മമതയെ തോൽപ്പിച്ച, 2 തവണ മമതയെ തോൽപ്പിച്ച, നന്ദിഗ്രാമിൽ തോൽപ്പിച്ചു, ഭവാനിപ്പൂരിൽ തോൽപ്പിച്ചു. സുവേന്ദു അധികാരി ഇരിക്കുന്ന സീറ്റിലാണ് ചന്ദ്രനാഥ് റാത്ത് ഇരുന്നത്. അപ്പോൾ കൊലയാളികൾ വന്നത് ഒരു പക്ഷേ ഈ ജീപ്പിൽ സഞ്ചരിക്കുന്നത്, ഈ സ്കോർപിയോയിൽ സഞ്ചരിക്കുന്നത് സുവേന്ദു അധികാരി ആകാം എന്ന് കരുതിയായിരിക്കാം. കാരണം സുവേന്ദു അധികാരി ആകില്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം. കാരണം സുവേന്ദു അധികാരിക്ക് ഈ സർപ്ലസ് സുരക്ഷയുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം സുരക്ഷ ഒഴിവാക്കി എന്തെങ്കിലും ഒരു ദൗത്യത്തിന് വേണ്ടി പോയതാണെങ്കിലോ. കാരണം ബംഗാളിൽ പല നിർണായകമായ നീക്കങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെയും വരാം. സുവേന്ദു അധികാരി ഇടയ്ക്ക് Z+ സുരക്ഷ ഒഴിവാക്കി സഞ്ചരിക്കാറുള്ള ആളാണ്. സുവേന്ദു അധികാരിയെ സംബന്ധിച്ച് ഇത് ആദ്യമായിട്ടല്ല അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ കൊല്ലപ്പെടുന്നത്. സുവേന്ദു അധികാരിയുടെ ഈ ഇപ്പോൾ കൊല്ലപ്പെട്ട ചന്ദ്രനാഥ് റാത്ത് അവിടെ ചാന്ദിപ്പൂർ പൂർവ്വ മേദിനിപൂരിലുള്ള ആളാണ്. എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്ന ചന്ദ്രനാഥ് റാത്ത് അവിടെ നിന്ന് സ്വമേധയാ വിരമിച്ചതിന് ശേഷം സുവേന്ദുവിൻ്റെ നിഴലായി കൂടെ നടക്കുന്ന ആളാണ്. അദ്ദേഹം മമതാ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കാലം മുതൽ സഹായിയായിട്ട്, പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ചന്ദ്രനാഥുണ്ട്. ഭവാനിപ്പൂരിൽ സുവേന്ദുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത് ചന്ദ്രനാഥ് റാത്തായിരുന്നു. കാരണം സുവേന്ദു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സംസ്ഥാനം മുഴുവൻ ഓടി നടക്കുമ്പോൾ സുവേന്ദുവിന് വേണ്ടി അവിടെ എല്ലാ കരുനീക്കങ്ങളും നടത്തിയ ചന്ദ്രനാഥ് റാത്തിനെയാണ്, 41 വയസ്സുള്ള ചെറുപ്പക്കാരനെയാണ് സുവേന്ദു നഷ്ടപ്പെട്ടത്. വിശ്വസ്തൻ കഴിഞ്ഞ വർഷങ്ങളായി അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ്സിലായിരുന്ന കാലം മുതൽ കൂടെ ഉണ്ടായിരുന്ന ആൾ. പക്ഷേ ഇത് യാദൃശ്ചികമല്ല. സുവേന്ദുവിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ഇതിനു മുമ്പ് കൊന്നിട്ടുണ്ട്. 2018 അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡായിരുന്ന സുബ്രത ചക്രവർത്തി ഇതുപോലെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്ന പ്രദീപ് ഝാ കൽക്കത്ത സ്ട്രാൻഡ് റോഡിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഒരു കേസും ഉണ്ടായില്ല. ആരെയും അറസ്റ്റ് ചെയ്തത്? കാരണം ഭരിക്കുന്നത് മമതാ ബാനർജിയാണല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ 3ാമത്തെ ആൾ, പ്രൈവറ്റ് സെക്രട്ടറി, കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ്. മാത്രമല്ല, പോലീസ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ അക്രമികൾ വന്നിരുന്ന ബൈക്ക് പിടിച്ചെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇതിൻ്റെ പിന്നാലെ വന്നിരുന്ന സാൻഡ്രോ കാർ WB74 AX 2270 എന്ന് പറയുന്ന സാൻഡ്രോ കാർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ബംഗാളിലെ ദേശീയ വാർത്തയാണ്. കേരളത്തിലെ പത്രങ്ങളിലൊന്നും വാർത്തയല്ല. കാരണം സുവേന്ദു അധികാരി കൊല്ലപ്പെടേണ്ടതാണ്. കാരണം BJP ജയിച്ചല്ലോ. BJPക്ക് വേണ്ടി ജയിച്ചു വന്ന ഒരാൾ കൊല്ലപ്പെടുന്നത് സ്വാഭാവിക നീതിയാണ് എന്ന് കരുതുന്ന മാധ്യമപ്രവർത്തനമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വാർത്തയല്ല. അപ്പോൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് വന്നു. ബംഗാളിൽ നമ്മൾ ഓർക്കണം, അവിടെ തൃണമൂൽകാരൊക്കെ വെടിവെക്കുന്നതൊക്കെ നാടൻ തോക്കും ബോംബും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്, നാടൻ ബോംബും ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ വെടിയുണ്ടകൾ പരിശോധിച്ചതിൽ നിന്ന് പോലീസ് പറയുന്നത് ഇത് ഓസ്ട്രിയൻ നിർമ്മിതമായ ഗ്ലോക്ക് G43X എന്ന് പറയുന്ന തോക്ക് ഉപയോഗിച്ചാണ് വെടിവെച്ചത്. വിദേശ നിർമ്മിതമായ വിലയേറിയ ഒരു തോക്ക്, പിസ്റ്റൺ, വിദേശ നിർമ്മിതമായ തോക്കാണ്. അത് അവിടുത്തെ തൃണമൂൽ ഗൂൺസിൻ്റെ ഒന്നും കയ്യിൽ, ഗുണ്ടകളുടെ കയ്യിൽ സ്വാഭാവികമായി കാണുന്നതല്ല. അപ്പോൾ ഒരു വലിയ കോൺസ്പിറസി ഉണ്ട്. അതിൻ്റെ കൃത്യമായി പോകുന്ന റൂട്ട് കണ്ടെത്തി, വാഹനം കണ്ടെത്തി, പിന്നാലെ വന്ന് വെടിവെച്ച് കൊള്ളുകയായിരുന്നു. സുവേന്ദു അധികാരി എന്ന് പറയുന്ന ആൾ
മമതയ്ക്ക് വലിയ പകയുണ്ട്. മമത വലിയ കാര്യത്തിൽ കഴിഞ്ഞ 2021 സുവേന്ദുവിനെ വെല്ലുവിളിച്ച് നന്ദിഗ്രാമിൽ ചെന്നു. നിന്റെ മണ്ണി തോപ്പിക്കുമെന്ന് പറഞ്ഞു. മമത തോറ്റു. ഇത്തവണ സുവേന്ദു പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങളുടെ ഭവാനിപ്പൂരി വരാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് തോപ്പിച്ച് 15,000 വോട്ടുകൾക്ക് ഈ തള്ളയെ പരാജയപ്പെടുത്തി. പകയുണ്ടാവും, വലിയ പക. തൃണമൂൽ എന്ന് പറയുന്ന പാർട്ടിയെ പൊളിച്ചടുക്കിയത് സുവേന്ദു അധികാരിയാണ്. അപ്പോൾ സുവേന്ദുവിനെ കൊല്ലുക എന്നതാണോ ലക്ഷ്യം? തീർച്ചയായിട്ടും. അതിപ്പോൾ സുനിൽ പറഞ്ഞ വിവരങ്ങളനുസരിച്ച് അത് പകൽ പോലെ വ്യക്തമാണ്. സുവേന്ദുവിനെ കൊല്ലാനായിട്ടാണ് അവർ ഘാതകർ വന്നത്. അവർ വേറെ ഒന്നും ആലോചിച്ചിട്ടുണ്ടായിരിക്കില്ല. സുവേന്ദു അധികാരിയാണ് ജീപ്പിൻ്റെ ഡ്രൈവറുടെ ഇടതുവശത്ത് ഇരിക്കുന്നത് എന്ന് കരുതിയിട്ടാണ് ആ ജീപ്പിനെ ഓവർടേക്ക് ചെയ്ത് വന്ന് വെടിയുതിർത്തതും അദ്ദേഹത്തെ വധിച്ചതും. ഇതൊരു പ്രൊഫഷണൽ കില്ലേഴ്സ് എന്ന് പറയില്ലേ, നമ്മുടെ എന്താ പറയുക, സിനിമയിലൊക്കെ കാണുന്ന പാവനായി അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്ന പണിയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരായിരിക്കണം ആയിരിക്കാം, ബംഗ്ലാദേശിൽ നിന്ന് വന്നവരായിരിക്കണം. പിന്നെ പ്രത്യേകിച്ച് ആയുധം വിദേശ നിർമ്മിത ആയുധമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ സാധാരണക്കാരല്ല ഇതിൻ്റെ പിന്നിലുള്ളത് എന്നും അതും വ്യക്തമായി. മമത അതല്ലെങ്കിൽ മമതയുടെ പപ്പറ്റിയേഴ്സ്, മമതേനെ കൊണ്ട് പാവ കളിപ്പിക്കുന്ന പപ്പറ്റിയേഴ്സ്, ധാക്കയിലിരിക്കുന്ന പപ്പറ്റിയേഴ്സ് ആയിരിക്കാം. അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കൽക്കത്ത ഘടകത്തിൻ്റെ മേധാവികളോ, അവരൊന്നും അറിയാതെ ഇങ്ങനൊരു കേസ് നടക്കാൻ സാധ്യതയില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും മമതയുടെ പത്തി താഴുന്നില്ല, സ്വാധീനം കുറയുന്നില്ല എന്നാണോ? സുനിൽ പറഞ്ഞില്ലേ, അവർ ഇന്ത്യയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അവരെന്തും ചെയ്യും വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ. അവരൊരു സാധാരണ സ്ത്രീ അല്ല, അവരൊരു അസാധാരണ സ്ത്രീയാണ്. അവരൊരു മാഫിയ ക്യൂനേക്കായും മനോരോഗിയാണ്. ഒരു ഡ്രഡഡ് വുമൺ ആണ് അവർ, ഭയാനകമായ വുമൺ. അവരെ കണ്ടാൽ സ്ത്രീത്വം എന്ന് പറയുന്ന, സ്ത്രീത്വം എന്ന് പറയുന്ന ഒരു ഘടകം ഇല്ല. ലോകത്തിലെ അവസാന വനിതയായിട്ട് അവരെ അവശേഷിച്ചാൽ പോലും അവരുമായിട്ട് സൗഹൃദമോ സ്നേഹമോ സ്ഥാപിക്കാനായിട്ട് ഒരു പുരുഷനും തയ്യാറാവില്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇത്രമാത്രം വികൃതമായ മനസ്സുള്ളൊരു സ്ത്രീയാണ് അവർ. ചില ബംഗാളി വനിതകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സുന്ദരികളായ സ്ത്രീകളാണ് അല്ലേ? ഈ നമ്മുടെ പടങ്ങളിലൊക്കെ കാണുന്നത് സിനിമാ നടികൾ മാത്രമല്ല. സൗന്ദര്യം അവിടെ നിൽക്കട്ടെ സാർ, ഒരു പ്രായം ചെന്ന സ്ത്രീയാണ്. പക്ഷേ ഈ പ്രായത്തിലും ഇവരുടെ മനസ്സ് നിറയെ പകയാണ്. അതെ, വിഷമാണ് അവരുടെ മനസ്സിൽ. പക്ഷേ ഈ പ്രായമായ സ്ത്രീകളാണെങ്കിലും കൂടി അവരുടെ മുഖത്തൊരു സ്ത്രീത്വമുണ്ട്. സ്ത്രീത്വമല്ല, സ്ത്രീത്വമുണ്ട്. പക്ഷെ ഇവർക്ക് ഈ പറഞ്ഞ സ്ത്രീത്വവുമില്ല, സ്ത്രീത്വമില്ല. ഇവരിലുള്ളതൊരു ആനിമൽ ടെൻഡൻസിയാണ് ഈ സ്ത്രീക്കുള്ളത് മുഴുവനും. അത് ഫൈറ്റ് ചെയ്യാൻ സാധാരണ പോലത്തെ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു വനിതയല്ല. അവർ മനുഷ്യരെ നശിപ്പിക്കുന്ന, എന്താ പറയുക, ചുടലഭദ്രകാളിയേക്കായും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് ഇവർ. വെറുതെ അല്ല ഇവരെ ആൾക്കാർ മറുത എന്ന് വിളിക്കുന്നത്. ഞാൻ അവരെ ആന മറുത എന്നാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത്രമാത്രം വൃത്തികെട്ട സ്ത്രീയാണ് അവർ. അല്ല, ഇപ്പം ഇത്രയും വലിയ ഭീഷണി ഉണ്ടായിട്ട് ഈ സുവേന്ദു അധികാരി തനിച്ചൊരു കാറിൽ പോകും, ജീപ്പിൽ സ്കോർപ്പിയോയിൽ പോകും എന്നൊക്കെ ഇവർ കണക്ക് കൂട്ടിയത് അവർക്ക് നന്നായിട്ട് അറിയാം. ഈ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസും പിന്നെ സ്റ്റേറ്റ് ഇൻ്റലിജൻസിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മുഴുവൻ മമതയുടെ ആൾക്കാരാണല്ലോ. അവർ സുവേന്ദുവിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും വേറൊരു വാർത്ത കൂടി ശ്രദ്ധിച്ചല്ലേ, റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും IAS പഴയ ബ്യൂറോക്രാറ്റുകളെയൊക്കെ ഇവിടെ ബംഗാളിലെ സെക്രട്ടേറിയറ്റിൽ ജോലിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അഡ്വൈസേഴ്സായിട്ടും മറ്റേ എന്താ പറയുക എക്സിക്യൂട്ടീവ്സായിട്ടും. അവരോട് നാളെ തൊട്ട് ഓഫീസിൽ വരരുതെന്ന് പറഞ്ഞ് ഓർഡർ പ്രഖ്യാപിച്ച് പടിയടിച്ച് പിണ്ടം വെച്ചേക്കുകയാണ് അവരെ മുഴുവൻ. നഭന്ന അവിടെ സെക്രട്ടേറിയറ്റിന്റെ പേരാണ്. നഭന്നയുടെ ചുമതല CRPF ഏറ്റെടുത്തു. അതെ, പക്ഷെ ആ ഉദ്യോഗസ്ഥന്മാരെ ഇനി അകത്തോട്ട് കയറ്റില്ല. അവരുടെ ഫോണും അതെല്ലാം എന്താ ഔദ്യോഗിക ഫോണൊക്കെ റദ്ദാക്കിയിട്ടുണ്ടാവും അവര്. അപ്പോൾ ഇവർക്കും ഈ പറഞ്ഞ പോലെ കേന്ദ്രത്തിനും അവരുടേതായ ഇന്റലിജൻസ് സംവിധാനം ഉണ്ടായിരിക്കുമല്ലോ ബംഗാളിൽ. ഏതായാലും അമിത്ഷായും ഒറീസ മുഖ്യമന്ത്രി ഉൾപ്പെടുന്നൊരു സംഘം ഇപ്പോൾ ബംഗാളിലേക്ക് പോയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും സുവേന്ദു 9-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരെന്താ പറഞ്ഞിരുന്നത്? തൃണമൂൽ തോറ്റു കഴിഞ്ഞാൽ BJP അധികാരം പിടിച്ചെടുക്കും. BJP അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നോൺ ബംഗാളി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരിക എന്ന്. അതെല്ലാം തകർന്ന് തരിപ്പണമായില്ല. പിന്നെ കസ്റ്റമറി ഇതനുസരിച്ചിട്ട്
ആഭ്യന്തരമന്ത്രി തന്നെ ബംഗാളിലെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ 203 MLA-മാരുടെ അഭിപ്രായങ്ങൾ തേടാനും അവരുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ അധ്യക്ഷത വഹിക്കാനുമായിട്ട്. അതും കേന്ദ്ര ഗവൺമെന്റ് ബംഗാളിന് നൽകുന്ന പ്രാധാന്യത്തിന്റെ ആദരവിന്റെ സൂചനയാണത്. ആഭ്യന്തരമന്ത്രി ക്യാബിനറ്റിലെ ലിറ്ററലി ഡിഫാക്റ്റോ നമ്പർ 2 ആണ് ആഭ്യന്തരമന്ത്രി. അദ്ദേഹം തന്നെയാണ് ഈ മീറ്റിങ്ങിന് പങ്കെടുക്കുക. അത് മാത്രമല്ല, അവിടെ വേറെ ചിലപ്പം ഈ മമത മാറിയതുകൊണ്ട് വനിത തന്നെ വരണം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മാധ്യമങ്ങളുടെ പ്രചരണം. ഈ അഗ്നിമിത്ര പൗള്, പിന്നെ ഈ ദ്രൗപദിയായിട്ട് മഹാഭാരതത്തിൽ അഭിനയിച്ച രൂപ ഗാംഗുലിയുടെ പേരൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ഈ ബംഗാളില് ഒരു മാറ്റത്തിന് എന്താ പറയണ നാന്ദി കുറിച്ചത് സുവേന്ദുവാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ജൈൻ കില്ലർ മമതയെ തോൽപ്പിച്ചു. ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചു. അത് മാത്രമല്ല, അവരെ പോയിട്ട് ഈ സിംഹത്തിനെ അന്വേഷിച്ച് സിംഹത്തിന്റെ മടയിലേക്ക് കയറി ചെല്ലുക എന്ന് പറഞ്ഞില്ലേ. ഇത് സിംഹമല്ല, ഇതൊരു എന്താ പറയുക, കഴുതപ്പുലിയാണ് ഈ സ്ത്രീ. ആ കഴുതപ്പുലിനെ അവരുടെ മടയിൽ പോയി പിടിച്ച് ചെവിക്ക് പിടിച്ച് പുറത്തിറക്കി വിട്ട വ്യക്തിയാണ് ഈ സുവേന്ദു തന്നെയായിരിക്കും മുഖ്യമന്ത്രി ആവുക എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമൊന്നുമില്ല. പക്ഷെ സുവേന്ദുവിന് വലിയ ഭീഷണി ഉണ്ടെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഡീറ്റെയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പോരാതെ വരും. കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യമുണ്ട്. ഈ ഒരു പ്രശ്നത്തില് അവർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്, സുനിൽ നേരത്തെ പറഞ്ഞില്ലേ, ബംഗാൾ മറ്റേ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് പറഞ്ഞിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ ഇനിയും സുവേന്ദു പ്രത്യേക കമാൻഡോസിന്റെ സുരക്ഷിത വലയത്തിലായിരിക്കും മിക്കവാറും. ഏതായാലും സുവേന്ദു അധികാരി ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ 9-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ള വലിയ എല്ലാ ഭാരതീയർക്കും അഭിമാനമാണ്. ബംഗാൾ ഇന്ത്യയുടെ ഭാഗമാണ്. നേരത്തെ സാറ് പറഞ്ഞില്ലേ മറ്റൊരു വീഡിയോയിൽ, ഭദ്രലോകം അല്ലേ, ബംഗാളി ഭദ്രലോക് എന്ന് പറഞ്ഞാൽ എന്ത് സാർ? ഈ ഭദ്രലോക് ജെന്റിൽമാൻ എന്നുള്ളതാണ്. പെരുമാറ്റത്തിലും ആഢ്യത്വം ഉണ്ടാവും, കുലീനത്വം ഉണ്ടാവും. ഇത് നമ്മുടെ സതീശനോ അതല്ലെങ്കിൽ ഗോവിന്ദനോ ഒന്നും ഇല്ലാത്തൊരു ഗുണമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഈ പരട്ടത്തള്ളക്കില്ലല്ലോ. ഈ പരട്ടത്തള്ളക്കില്ലാത്ത ഗുണം അവർക്ക് ഒരു ഇല്ലാത്ത ഏക ക്വാളിറ്റി അതാണ്. മാന്യത എന്ന് പറയുന്നത്, കുലീനത്വം എന്ന് പറയുന്നത്, ആഢ്യത്വം എന്ന് പറയുന്നത്, അതൊന്നും ഈ കോൺഗ്രസ്സുകാർക്കും തൃണമൂൽ കോൺഗ്രസ്സുകാർക്കും CPM-കാർക്കും ഇല്ല. പക്ഷേ BJP-കാരിലും എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട്. ബംഗാളി ഞാൻ പറഞ്ഞില്ലേ, ജ്യോതി ബസു, അദ്ദേഹത്തിന്റെ പെരുമാറ്റം CPM-കാരനാണെങ്കിൽ കൂടി ആയിരുന്നെങ്കിൽ കൂടി സച്ചിൻ അല്ലേ, ബംഗാളി അല്ലേ, സച്ചിൻ ടെണ്ടുൽക്കർ അല്ല, മറ്റേ ഗംഗൂലി, സൗരവ് ഗംഗുലി. എനിക്ക് സൗരവ് ഗംഗൂലി. സച്ചിൻ ടെണ്ടുൽക്കർ മഹാരാഷ്ട്രീയനാണ്. എനിക്കറിയാം, അത് കുഴപ്പമില്ല. എനിക്ക് സ്പോർട്സിനെ പറ്റി എന്തെങ്കിലും സുനിലിനോട് പറയാൻ തന്നെ ഭയമാണ്. എനിക്കൊന്നും അറിയില്ല സാർ. എന്നെ തോൽപ്പിക്കാനും എന്നെ ഓടിക്കാനും ഉള്ള ഏക മാർഗം സ്പോർട്സിനെ കുറിച്ച് സംസാരിക്കും. ഞാൻ പറയില്ല. ഏതായാലും രാഷ്ട്രീയം പ്രവചനാതീതമാണ് ബംഗാളിൽ. പക്ഷേ എല്ലാവരുടെയും ആഗ്രഹ പൂർത്തീകരണമാണ് നടന്നത്. ബംഗാളിനെ തികച്ച് വിഭിന്നമാക്കുന്ന 3 ക്വാളിറ്റി എന്ന് പറയുന്നത് ദുർഗാ പൂജ, അതല്ലെങ്കിൽ അവരുടെ ദുർഗാ പൂജ, പിന്നെ വേറൊന്ന് അവരുടെ മത്സ്യം ഹൽസ, പിന്നെ വേറൊന്ന് ഫുട്ബോൾ അല്ലേ, മോഹൻ ബഗാൻ അല്ലേ. അതെ, മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ. സ്പോർട്സ് ഒക്കെ അറിയാം. ഹൽസ മത്സ്യം വളരെ പ്രസിദ്ധമാണ്. അതില്ലാതെ ബംഗാളി ആവില്ല. നമ്മുടെ മത്തി പോലെ ചാള പോലത്തെ ഒരു മത്സ്യം. അതെ. അത് ഈ ബംഗ്ലാദേശിൽ മറ്റേ യൂണിസ് ആയിരുന്നപ്പോൾ അവിടുന്ന് മത്സ്യം ഇങ്ങോട്ട് തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടായിരുന്നു. നവരാത്രി പൂജ നടക്കുന്ന സമയത്തൊക്കെ ബംഗാളികൾ എല്ലാ വിശേഷ ദിവസത്തിലും ബ്രാഹ്മിൻസ് ഉൾപ്പെടെ മത്സ്യം കഴിക്കും. അതെ, അവരുടെ ഒരു ദിവസം ഭക്ഷണം പൂർണ്ണമാവണമെങ്കിൽ അരി ഭക്ഷണവും പിന്നെ മത്സ്യവും വേണം എന്നുള്ള കാര്യത്തിൽ ജലപുഷ്പം എന്നാണ് മത്സ്യത്തെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. ജലപുഷ്പം. അപ്പോൾ അതുകൊണ്ട് ബംഗാൾ ഒരു വലിയ മാറ്റത്തിലേക്ക്, ബംഗാൾ അതിൻ്റെ പ്രൗഢിയിലേക്ക്, ഗരിമയിലേക്ക് തിരിച്ചു പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്നിട്ട് വേണം എനിക്കും കുമാർ സാറിനും കൂടെ അത് കൽക്കത്തയ്ക്ക് പോകാൻ. നമ്മൾ പോകും കൽക്കത്തയിൽ നിന്ന് നമ്മൾ ലൈവ് ചെയ്യും. ഇതാ ഹൗറ പാലത്തിന് താഴെ നിന്ന് കുമാർ ചെല്ലപ്പനോടൊപ്പം സുനിൽ വടയാർ എന്ന് പറയും. എഴുന്നേറ്റ് നടക്കാൻ ജീവനുണ്ട്, ഞാൻ വരാം സുനിൽ. നമ്മൾ ഫ്ലൈറ്റ് പിടിച്ചു നടന്നതിന് പോണ്. കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് സാർ. ഞാൻ ഇതുവരെ കൽക്കത്തയിൽ പോയിട്ടില്ല. നമ്മൾ ഈ വർഷം പോകും. ഇത് ക്യാമറയ്ക്ക് മുന്നിലാണ്. നമ്മൾ ഈ വർഷം കൽക്കത്തയ്ക്ക് പോകും. ഓക്കെ. അപ്പോൾ നമുക്ക് കൽക്കത്തയിൽ കാണാം. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ
ഇപ്പോൾ തന്നെ ചെയ്താൽ വലിയ സഹായമായിരിക്കും.